ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ ഇവാലുവേഷന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാർ, ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കൂട്ടുകാർക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്താണ് ചോദ്യം? എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗാണല്ലേ, അതായത് നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് എ വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. then എന്താണ്? ഇൻ അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ 2 part-time മെമ്പേഴ്സ് ആൻഡ് 4 ex-officio മെമ്പേഴ്സ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. ഇതുകൂടാതെ ടു അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ 2 part-time മെമ്പേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ 4 ex-officio മെമ്പേഴ്സ് ഉണ്ടാവും ആൻഡ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടാകും അല്ലേ. ദെൻ ടെമ്പററി മെമ്പേഴ്സ് ആർ സെലക്റ്റഡ് ഫ്രം ദ ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. ടെമ്പററി മെമ്പേഴ്സ്, താൽക്കാലിക അംഗങ്ങളെ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? ലീഡിംഗ് യൂണിവേഴ്സിറ്റീസിൽ നിന്നും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ദെൻ ദ പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ട്സ് ഫോർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആസ് എക്സ് ഒഫീഷ്യോ members. Then the chief executive officer is appointed by the prime minister. chief executive officer appoint ചെയ്യുന്നത് prime minister ആണ്. ഓക്കെ, നമുക്കൊന്നുകൂടി മലയാളം മീഡിയം ഒന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അതുപോലെ ഭരണസമിതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ എന്താണ്? 2 part-time അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. ദെൻ പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. ദെൻ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ലിസ്റ്റ് ഔട്ട് ദ എയിംസ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ്, അതായത് എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബൈ practicing mixed farming. To improve agricultural production by practicing mixed farming, അതായത് എന്താണ്? കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ്? ടു യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദ ഡൊമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. എന്താണ്? ടു യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദ ഡൊമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. എന്താണ്? പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതാം. To make use of the services of non-resident Indians for economic and technological growth. അതായത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാകുക. Then to convert the cities into secure living centers using modern technology. Next point എന്താണ്? To equip the nation to face global transformation and market forces. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ ഘടന പഠിച്ചു, ദെൻ എയിംസും പഠിച്ചു അല്ലേ. നീതി ആയോഗിൻ്റെ എയിംസും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നോക്കൂ, എല്ലാ എക്സാമിനും വരുന്നൊരു ചോദ്യമാണിത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്താണ്? ഭൂപടത്തിൽ ചില അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പച്ച കളറ് ഏതാണ്? നൈസർഗിക സസ്യജാലങ്ങളാണ്. ദെൻ മഞ്ഞ കൃഷിയിടങ്ങൾ, ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ, കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ.
ദെൻ നീല, ജലാശയങ്ങൾ, തവിട്ട്, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. നെക്സ്റ്റ് നോക്കൂ, സിമ്പിൾസ് നൽകിയിട്ടുണ്ട് അല്ലേ, ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ചിഹ്നങ്ങൾ എന്തായാലും കൂട്ടുകാർ പഠിച്ചു വെക്കണം. ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ചിഹ്നം? ടാറിട്ട് റോഡാണല്ലേ. ദെൻ നെക്സ്റ്റ് തീവണ്ടി പാതയാണ്. അരുവി, നദി, ക്രിസ്ത്യൻ പള്ളി, ക്ഷേത്രം, മുസ്ലിം പള്ളി, പാർപ്പിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, കിണർ, പോലീസ് സ്റ്റേഷൻ, കോട്ട, പാലം, കുളം, കുഴൽക്കിണർ, ശവപ്പറമ്പ് അല്ലേ. അപ്പോൾ ഇതെന്താണ് കൂട്ടുകാർ, ഈ സിമ്പിൾസും സയൻസും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതാ നമുക്കിവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക, ഈ സയൻസ് ആൻഡ് സിമ്പിൾസും അതിൻ്റെ ഫീച്ചേഴ്സും നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. അതായത് റൈറ്റ് എനി 3 ഫംഗ്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, 3 ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷനും പഠിച്ചു വയ്ക്കുക. ഇത് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, രാഷ്ട്രപതിയുടെ എല്ലാ ചുമതലകളും, ഫംഗ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് നന്നായി പഠിച്ചു വയ്ക്കുക. തീർച്ചയായും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ഇതെന്താണ്? അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ. അതുപോലെ തന്നെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. ദെൻ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോകസഭ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. Then act as the supreme commander of armed forces. Then give assent to bill passed by the parliament. പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. Then declare emergency in the country if needed. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. Then take decision on mercy petition. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ നമ്മൾ കണ്ടത് തീർച്ചയായും കൂട്ടുകാർ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഗോളതാപനം എന്നാൽ എന്ത്? ഇത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെ? വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? ഹൗ ഡസ് ഇറ്റ് ബിക്കം ത്രെറ്റ് ടു ലൈഫ് ഫോംസ് ഓഫ് ദ എർത്ത്? ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ആഗോളതാപനം? അതെ, ഹരിതഗൃഹവാതങ്ങളുടെ അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ് റെഫേർഡ് ആസ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇതുപോലെ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയെന്നും കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിൻ്റെ 2 സവിശേഷതകൾ. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, സ്മോൾ ഗ്രൂപ്പ് അല്ലേ, ചെറിയ സംഘമാണ്. ദെൻ ഫെമിലിയർ പീപ്പിൾ, പരിചിതർ. ദെൻ എലവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നെസ്, ഉയർന്ന സംഘബോധം. ദെൻ കോമൺ വേസ് ഓഫ് ആക്ടിങ്, പൊതുവായ ചില പ്രവർത്തന രീതികൾ. ദെൻ സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ദെൻ ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക്? സാമൂഹ്യ സംഘം എന്ന കുടുംബത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു വയ്ക്കുക. 1 2 അല്ല, എല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റെസ്ക്യൂ ആക്ടിവിറ്റീസ് ഹെൽഡ് ഇൻ കേരള ഡ്യൂറിംഗ് ദ ഫ്ലഡ് ഓഫ് 2018. എന്തൊക്കെയാണ്? യെസ്, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ. ദ റെസ്ക്യൂ വാസ് കണ്ടക്റ്റഡ് ബൈ ദ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ആക്ടിവിറ്റീസ്. ദെൻ കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രവർത്തനങ്ങൾ. ദ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ഫിഷർമാൻ ഹെയിൽഡ് ആസ് കേരളാസ് ഓൺ ആർമി. ദെൻ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും ഉദ്യോഗസ്ഥരും നടത്തിയ പ്രവർത്തനങ്ങൾ. ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഒഫീഷ്യൽസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള. ദെൻ കേരളീയ യുവതയുടെ പങ്കാളിത്തം, ഇൻവോൾവ്മെൻറ്റ് ഓഫ് കേരള യൂത്ത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ച് നമ്മൾ നൽകിയ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, വിവരിച്ച് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കിടയാക്കിയ കാരണങ്ങളേവ? ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ.
എന്തൊക്കെയാണ്? യെസ്, ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻസ്, ഡിഫോറസ്റ്റേഷൻ, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് എപ്പിഡമിക്സ്. എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണം, വനനശീകരണം, കൃഷിനാശം, പകർച്ചവ്യാധി. ഇതിന് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമുക്ക് എഴുതാം. പ്രൈമറി ഗ്രൂപ്പ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഇമിറ്റേറ്റ് റിലേഷൻഷിപ്പ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആൻഡ് മ്യൂച്വൽ കോർപ്പറേഷൻ. അടുത്ത ബന്ധം വച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു ചെറു സംഘമാണ് പ്രാഥമിക സംഘം. പ്രാഥമിക സംഘങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അല്ലേ? എന്തൊക്കെയാണ്? മെമ്പേഴ്സ് നോ ഈച്ച് അതർ. അതുപോലെ തന്നെ എന്താണ്? ഇൻറ്റിമസി എമംഗ് ദ മെമ്പേഴ്സ്, ദെൻ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ മെമ്പേഴ്സ്, ദെൻ വെൽഫെയർ ഓഫ് ദ മെമ്പർ ഇസ് ദ മേജർ എയിം, മ്യൂച്വൽ കോർപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ്. എന്തൊക്കെയാണ് സവിശേഷതകൾ? അംഗങ്ങൾ പരസ്പരം അറിയുന്നവരാണ്, അംഗങ്ങൾക്കിടയിൽ ആത്മബന്ധമുണ്ടാകും, അംഗങ്ങൾക്കിടയിൽ നിരന്തരമായ ആശയവിനിമയം, അംഗങ്ങളുടെ ക്ഷേത്രമാണ് പ്രധാന ലക്ഷ്യം, അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം, അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. ഉദാഹരണം എന്താണ്? യെസ്, കുടുംബമാണ്. ഉദാഹരണ സഹിതം നമ്മളോട് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എന്ത് എഴുതാം? അതെ, ഫാമിലി. നമ്മളങ്ങനെ ഈ വീഡിയോയിലൂടെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.